അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയാണല്ലോ പ്രതിപക്ഷം എല്ലാ ഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. ആ ഹിൻഡൻബർഗ് എന്തായാലും ട്രംപ് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ അത് അടച്ചുപൂട്ടി. പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെയാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നതായി നഥാൻ ആൻഡേഴ്സണൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയുടെ ഒരു പ്രസ്താവന കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ജോർജ് സോറോസ് ഇടപെടുന്നു. ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ പണം ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും മാധ്യമങ്ങളെയും വരുതിക്ക് നിർത്താൻ, അവരുടെ താല്പര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ സോറോസിൻ്റെ ഫണ്ടുകൾ, അവരുടെ ഫൗണ്ടേഷനെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെയും ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലം? നീലിമ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മുതൽ ലോക്കൽ പോലീസ് വരെ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ്, ലോക്കൽ പോലീസ് ഞാൻ പറഞ്ഞത് കേന്ദ്ര സേനയുടെ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ജോർജ് സോറസിന്റെ ഇടപെടലോ അല്ലെങ്കിൽ ജോർജ് സോറസിന്റെ സാമ്പത്തിക സഹായങ്ങളോ ഏതെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കാൻ കഴിഞ്ഞ 10 കൊല്ലക്കാലം എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു? അപ്പോ ഇത് ചിലരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ നിരന്തരമായി ഒരു ക്ലീഷേ മാതിരി സോണിയാഗാന്ധി എങ്ങനെയാണ് ഈ ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് ആവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നല്ലോ, ഇതിൽ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ വഴിവിട്ടതായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് ആ കാര്യം പുറത്തു കൊണ്ടുവരുന്നതിന് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സവുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ എന്താ പറഞ്ഞ അന്തരീക്ഷത്തിലേക്ക്, മുമ്പേ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഈ അന്തരീക്ഷത്തിലേക്കുള്ള വെടിമാറ്റം നടത്തുന്നത്? ഞാൻ ഉല്ലാസ് ബാബുവിന് മറുപടി പറയാൻ വേണ്ടിയല്ല, ഞാൻ നീലിമ അല്ല, ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? കോൺഗ്രസിന് അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, ജോർജ് സോറസോ അദ്ദേഹത്തിന്റെ മകൻ അലക്സ് സോറസോ ഇവരൊക്കെ ജീവിച്ചിരിക്കട്ടെ എന്നേ ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയിലേക്ക് അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് കാര്യം, അതാണ് ചോദിക്കുന്നത്. അല്ല, എന്റെ ചോദ്യം തിരിച്ചതാണ്. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ഇടപെടലുകളെ ചെറുക്കാനും ആ ഇടപെടലുകൾ നിയമവിരുദ്ധമാണെങ്കിൽ അത് കണ്ടെത്താനും ഒക്കെ നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇല്ലേ? അതല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇതൊക്കെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം അധികാരത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്ക് ഉല്ലാസ് ബാബു പറഞ്ഞതിൽ വളരെ കൗതുകകരമായിട്ട് തോന്നിയത്, കഴിഞ്ഞ 10-12 കൊല്ലക്കാലമായിട്ടാണ് ഈ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടായത്. ബാക്കി മുഴുവൻ ഞാൻ ഉല്ലാസ് ബാബു ശിവസേനയുടെ ഒരു മുഖപത്രമുണ്ട് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന, ഇപ്പൊ മുംബൈ, അതിന്റെ പേര് സാമന. ആ സാമന പത്രത്തിന്റെ ഇപ്പോഴത്തെ എഡിറ്റർ എന്ന് പറയുന്നത് നേരത്തെ ബാൽ ഠാക്കറെ ആയിരുന്നു, അദ്ദേഹം മരിച്ചതിന് ശേഷം സഞ്ജയ് റാവത്താണ്. ആ സഞ്ജയ് റാവത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് തുടർന്ന് അദ്ദേഹം ഒരു ലേഖനം, അവരെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് ഇപ്പൊ കൂടെ നിർത്തുന്നത് നിങ്ങളല്ലേ? അവരെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലേ അവര്? അല്ല, ചോദിച്ചതാ, സംശയം ചോദിച്ചതാ. അല്ല ഉല്ലാസ് ബാബു, ഞാൻ ഒരു പ്രതിപക്ഷ ശബ്ദമോ അല്ലെങ്കിൽ എതിർ ശബ്ദമോ കേൾക്കാൻ അവരെന്നെയല്ലേ സംശയം ചോദിച്ചത്? അറിയാത്തതുകൊണ്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഉദ്ധവ് താക്കറെയോട് സമീപനം മാറ്റിയോ? അല്ല, എനിക്ക് സംസാരിക്കാനുള്ള അവസരത്തിലൊന്നും സംസാരിക്കട്ടെ. അപ്പൊ അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത്, നരേന്ദ്രമോദി കോൺഗ്രസ് 60 കൊല്ലക്കാലം ഭരിച്ച ഒരു രാജ്യമായതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ സുഭിക്ഷതയിൽ ഇന്ത്യയിൽ ഭരണസാരഥ്യം ഏറ്റെടുത്തു. മറിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭരണം ഏറ്റെടുക്കുന്ന രാജ്യം സൊമാലിയ പോലെയോ എത്യോപ്യ പോലെയുള്ള ഒരു രാജ്യം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ ഈ രാജ്യം വികസന രംഗത്ത് ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു. ഞങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോഴും 55 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോഴും 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ 300 രൂപയ്ക്ക് ഗ്യാസ് കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സൗജന്യമായിട്ട്. ഇപ്പൊ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ 2 കോടി ചെറുപ്പക്കാർക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കൃഷിക്കാരെ കുറിച്ച് ഇന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ. എന്തിനാ ആയിരക്കണക്കിന് കൃഷിക്കാർ സിംഗുവിലും തിത്രൂവിലും ഇപ്പോഴും സമരത്തിലാണ്? ഡൽഹിയിലെ ഈ കോരി എന്താ പറഞ്ഞ അസ്ഥി മരവിപ്പിക്കുന്ന ഈ തണുപ്പില് 78 വയസ്സുള്ള കർഷക നേതാവ് അദ്ദേഹം എന്തിനാ ജാമവാള് സമരരംഗത്തിരിക്കുന്നത്?
അത് ഇന്ത്യയിലെ കൃഷിക്കാരനോട് നിങ്ങൾ നീതി പുലർത്തിയില്ല എന്നുള്ളതാ സാർ. ഞങ്ങൾ തുടങ്ങുമ്പോ അഡ്വക്കേറ്റ് സേനാപതി വേണു, അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് 4 കോടി വീടുകൾ ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് നീക്കിവെക്കേണ്ടി വരുമായിരുന്നോ? 25 കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റേണ്ടി വരുമായിരുന്നോ? അല്ല, ഞങ്ങൾ തുടങ്ങുമ്പോൾ നീലിമ 3.5 കോടി അഭയാർത്ഥികൾ ഈ രാജ്യം, ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയിട്ട് പോയ ഒരു രാജ്യം, അവൻ നമുക്ക് തന്ന 9 ആവറോ വിമാനങ്ങളും 11 ഡെക്കോട്ട വിമാനങ്ങളും, അതിൽ 3 പാകിസ്ഥാന് കൊടുത്തു. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ശൂന്യതയിൽ നിന്നാണ് ആരംഭിച്ചത്. 35 ലക്ഷം ആളുകൾ ബംഗാൾ ഫാമിൽ പട്ടിണി കൊണ്ട് മരിച്ച ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പക്ഷേ ഇന്ന് ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 1 രൂപ സർക്കാർ ചെലവഴിക്കുമ്പോൾ 15 രൂപ മാത്രമേ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. 15 ബാക്കി പൈസ, ബാക്കി 85 പൈസ എവിടെ പോയി? 15 ശ്രീ ഉല്ലാസ് ബാബു അങ്ങേക്ക് അല്ല ഉല്ലാസ് ബാബുവിന് ഒരുപാട് സമയം കൊടുത്തു. ഉല്ലാസ് ബാബുവിന് ഒരുപാട് അല്ല, സേനാപതി വേണുവിനും ഇഷ്ടംപോലെ സമയം തന്നു. അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മള് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയല്ലേ, അതുകൊണ്ടാണ്. പ്ലീസ്. ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് വികസനം. അതിനു മുമ്പ് നമ്മളൊക്കെ ആഫ്രിക്കൻ രാജ്യം പോലെ ശൂന്യതയിലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കി. അവിടെ നിന്നാണ് ഹരിത വിപ്ലവം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയിലെ പ്രമുഖനായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസിന് ധൈര്യമുണ്ടോ? അല്ല, ഗരീബി ഇല്ലല്ലോ ഇപ്പം. അതെങ്ങനെയാണ് ഇല്ലാതായത്? അതാണ് ഇന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. 25 കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. അത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീ ഉല്ലാസ് ബാബു പ്രധാനമന്ത്രി പറഞ്ഞതിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിപ്ലവം ഒക്കെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ നെല്ലറകൾ നിറച്ചത്, ഗോതമ്പറകൾ നിറച്ചത് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോഴാണ്.